UAE-യിൽ എല്ലാത്തരം ഗവൺമെന്റ് അപ്രൂവലോട് കൂടിയും പ്രവർത്തിക്കുന്ന UAE ലോട്ടറി, അതായത് ജനറൽ കമേഴ്ഷ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റിയുടെ അപ്രൂവലുള്ള UAE-യുടെ ഏക ഒഫീഷ്യൽ ലോട്ടറി. അതും എല്ലാ അർത്ഥത്തിലും നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു റെസ്പോൺസിബിൾ ഗെയിമിംഗ് ആണെന്ന് UAE-ലുള്ളവർക്ക് അറിയാലോ. ഇത് നമ്മൾ മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്കിടയിൽ വലിയൊരു ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കുറച്ച് നാളുകൾക്ക് മുൻപാണ് UAE ലോട്ടറിയുടെ ജാക്ക്പോട്ട് പ്രൈസായ 100 മില്യൺ ദിർഹം, ഇപ്പോഴത്തെ കണക്കിന് ഏകദേശം 250 കോടി രൂപ, ഒരു ഇന്ത്യക്കാരന് തെലങ്കാനയിൽ നിന്ന്. പ്രിയ പ്രവാസി സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ബ്ലോഗർ പറയുന്നുണ്ടല്ലോ, ഈ ഒരു ഊള ബ്ലോഗർ പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ UAE-യിൽ ഈ മില്യൺ അടിക്കുന്ന 100 മില്യൺ അടിക്കുന്ന ടിക്കറ്റ് വളരെ നല്ല ടിക്കറ്റാണെന്ന്. ഇവര് ആ ടിക്കറ്റ് എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ടിക്കറ്റ് ഒരുപാട് എടുത്താണ്. ഞാൻ അബുദാബി ടിക്കറ്റ്, അതുപോലെ തന്നെ ദുബായ് ഡ്യൂട്ടി ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന ആളാണ്. നമ്മൾ ഗ്രൂപ്പ് വഴി കൂടെ ഒക്കെ ഒരുപാട് ടിക്കറ്റ് എടുക്കുന്നതാണ്. അതിൽ ഏറ്റവും തട്ടിപ്പ് ടിക്കറ്റാണ് ഈ ഒരു ടിക്കറ്റ്. ഇതിൽ നിങ്ങൾ ഒരു പ്രവാസിയും പെട്ടുപോകരുത്. ഇതിന്റെ കോപ്പിയാണെന്നറിയോ? നമ്മുടെ മഹസൂസ് ഉണ്ടല്ലോ, മഹസൂസിന്റെ കോപ്പിയാണ്. മഹസൂസ് വർഷങ്ങളായി ഇറങ്ങിയിട്ട് മലയാളികളെയും ഒരുപാട് ആളുകളെയും പറ്റിച്ചിട്ട് പോയ ടിക്കറ്റാണ്. അവസാനം ആളുകളെ എടുത്ത് വേർത്ത് ആ ടിക്കറ്റ് ആരും എടുക്കാതായപ്പോൾ പിന്നെ അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടിക്കറ്റ് ഒഴിവാക്കിയിട്ട് 2 മാസം ഗ്യാപ്പ് എടുത്തിട്ട് അതേ ടിക്കറ്റ് ഗവൺമെന്റ് അപ്രൂവലോട് കൂടി വേറൊരു പേരിൽ UAE ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു ടിക്കറ്റാണ് ഇത്. ഈ മഹസൂസും ഈ ടിക്കറ്റും രണ്ടും ഏകദേശം ഏട്ടൻ അനിയനെ പോലെയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഒരു മാറ്റവുമില്ല. പക്ക തട്ടിപ്പാണ്. 7 നമ്പർ ഒന്നായിട്ട് വരണം. 6 നമ്പർ അതിന്റെ പുറമെ എക്സ്ട്രാ ഒരു നമ്പർ കൂടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോടികൾ കിട്ടുള്ളൂ. ഇത് ഇറങ്ങിയിട്ട് തന്നെ ചുരുങ്ങിയത് 2-3 വർഷമായി. ആ കൊടുത്ത് ഇപ്പോഴാണ് ഒരു പ്രൈസ്. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഇത്രയും കാലം അവർ എന്ത് ചെയ്തു? ആ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ നമ്പർ തന്നെ ഒരു 1000 ആൾക്കാർ ചിലപ്പോൾ എടുക്കും. നമുക്ക് പ്രൈസ് അടിച്ചാൽ പോലും ചിലപ്പോൾ എന്താകും, ഇതിന് ചെറിയ പ്രൈസിന്റെ കാര്യം പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഒരു 100-200 ആൾക്കാർ 500 ആൾക്കാരൊക്കെ ഉണ്ടാവും. അതായത് ഈ മഹസൂസ് നിൽക്കണ മുന്നേ, ചെറിയൊരു ഉദാഹരണം പറയട്ടോ, ഈ മഹസൂസ് നിൽക്കണ മുന്നേ തന്നെ ഇവർ 3 നമ്പറിന് വേണ്ടിയിട്ട് 250 കൊടുത്തുകൊണ്ടിരുന്നത്. അത് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവർ ടിക്കറ്റ് സൈല് കുറഞ്ഞപ്പോൾ ഇവർ 3 നമ്പറിന് 1.5 ലക്ഷം ഡ്രംസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വളരെയധികം സന്തോഷപ്പെട്ടു. എന്തായാലും നമുക്ക് 1.5 ലക്ഷം അടിക്കുന്നത്. അതേപോലെ അടിച്ച് നോക്കിയപ്പോൾ എനിക്ക് വെറും 80 ഡ്രംസാണ് തരുന്നത് എൻ്റെ അക്കൗണ്ടിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ 80 ഡ്രംസ് എന്ന് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയാണ് ഇത് 1000 ആൾക്കാരെ കേട്ടോ വിദ്യാർത്ഥി. ഇത് അവർ പറയുന്ന പോലെ അല്ലല്ലേ, നമുക്ക് തെളിവൊന്നുമില്ല. അവർ പറയുന്നതാണ് 1000 പേരുണ്ട് 2000 പേരുണ്ട് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അവർ എനിക്ക് 80 രൂപ തന്നുള്ളൂ. ഇതേ 3 നമ്പർ എനിക്ക് 250 രൂപ ഫിക്സഡ് ഉള്ളപ്പോൾ എനിക്ക് 250 കിട്ടിയിരുന്നു. 1.5 ലക്ഷം ആക്കിയപ്പോൾ അവർ പറയണം 1000 സംതിങ് ആൾക്കാർക്ക് കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് വെറും 80 രൂപ ഉള്ളൂ. എത്ര വലിയ തട്ടിപ്പാണെന്ന് ആലോചിച്ച് നോക്ക്. ഇത് മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ, ഇതിൻ്റെ അകത്ത് ഒരുപാട് ചുരണ്ടൽ ലോട്ടറികളുണ്ട്, ഒറ്റ നമ്പർ ലോട്ടറികളുണ്ട്, പല രീതിയിലുള്ള ടെക്നോളജി ആയിട്ട് നമ്മുടെ കാശ് പിടുങ്ങാനുള്ള എല്ലാ ടിക്കറ്റും അതിൻ്റെ അകത്തുണ്ട്. എങ്ങനെ ഇത് UAE-നെ പോലുള്ള ഒരു ഗവൺമെന്റ് അംഗീകരിച്ച് ഇത്രയും ജൂത് കളി ഈ ഓൺലൈനിൽ കൂടെ വിട്ടു എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ പ്രവാസികളും ഈ വീഡിയോ കാണുകയാണെങ്കിൽ 100% ഈ ഒരു ടിക്കറ്റ് മാത്രം നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ ബിഗ് ടിക്കറ്റ് എടുത്തോ, ദുബായ് ഡ്യൂട്ടി ടിക്കറ്റ് എടുത്തോ, അതിലെല്ലാം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഒരാളെങ്കിൽ ഒരാൾ വിന്നറായിരിക്കും, കിട്ടിയിരിക്കും. ബാക്കി ഈ ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1 തട്ടിപ്പാണ്. ഇതുപോലെ ഒരുപാട് ടിക്കറ്റുകൾ UAE-ന്റെ പല കൗണ്ടറുകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ വിൽക്കുന്നുണ്ട്. എല്ലാം തട്ടിപ്പാണ്. അതിന് നിങ്ങളുടെ പൈസ പോയിരിക്കും, കിട്ടില്ല. കിട്ടും ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക്. അത് ഇവർ വലിയ രീതിയിൽ പരസ്യം ചെയ്യും. ഇതുപോലെയുള്ള ഊള ബ്ലോഗർമാരെ വെച്ചിട്ട് എല്ലാ ഭാഷയിലും ഇവർ അടിച്ച് വിടുന്നുണ്ട്. ടിക്കറ്റിന്റെ സൈല് കുറയുമ്പോഴാണ് ഇതേപോലുള്ള ബ്ലോഗർമാർക്ക് കാശ് കൊടുത്തിട്ട് പ്രിയ സുഹൃത്തുക്കളെ ഇവർ പുറത്ത് വിടുന്നത്. ഇത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ എന്നോട് വീഡിയോ ഒക്കെ അയച്ചെന്നിട്ട് ചോദിക്കുകയാണ്, ഹരീസ് ഭായി നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന ആളല്ലേ, ഈ ടിക്കറ്റ് എടുക്കുന്നുണ്ടോ? പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഈ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഞാൻ വെറുത്തിട്ട് എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് പറയുന്നത് ഒരിക്കലും എടുക്കരുത്, തട്ടിപ്പാണെന്ന്. മഹസൂസ് എങ്ങനെയൊക്കെ തട്ടിപ്പ് ചെയ്ത് പൈസ ഉണ്ടാക്കിയോ, കോടിയിട്ട് ഉണ്ടാക്കിയോ, അതേ സെയിം പരിപാടിയാണ്. അത് അവർ കച്ചവടം ഇല്ലാതെ ഒഴിവാക്കി വിട്ട് ഏറ്റവും കൂടുതൽ മഹസൂസ് ടിക്കറ്റ് എടുത്തത് ഫിലിപ്പീൻസിനാണ്. അവർക്കൊന്നും ഒരു പ്രൈസ് പോലും അടിച്ചിട്ടില്ല. അതേ സെയിം പരിപാടി ഇത് വേറൊരു രീതിയിൽ ഇവർ ഇറക്കിയിരിക്കുകയാണ്. ഗവൺമെന്റ് അപ്രൂവൽ തരുന്ന പോലെയും ഗവൺമെന്റ് അംഗീകാരം കിട്ടിയ പോലെയൊക്കെ പറഞ്ഞിട്ട് ഇവർ നല്ല രീതിയിൽ പബ്ലിസിറ്റി ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ചോളം അവിടെ വലിയ രീതിയിലുള്ള ഒരു കാശ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ ചിലപ്പോൾ പകുതിയൊക്കെ അവർക്ക് കിട്ടിയെന്ന് വരും. അതുകൊണ്ട് അവർ വലിയ രീതിയിൽ ഇതിനെക്കുറിച്ചിട്ട് അവരെ സംബന്ധിച്ചോളം കാശ് കിട്ടിയാൽ മതി. അതുകൊണ്ട് ഇത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ നിങ്ങൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാശ് പോയി കിട്ടും. അപ്പോൾ ഈ ഒരു തട്ടിപ്പ് ടിക്കറ്റ് ഒരിക്കലും എടുക്കരുത്. UAE-ന്റെ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഈ ഒരു ടിക്കറ്റ് 100 മില്യൺ, അത് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 തട്ടിപ്പാണ്. അതിൽ നിങ്ങൾ വീഴരുത്. എത്ര വലിയ ചാനലുകാർ പറഞ്ഞാലും ശരി, എത്ര വലിയ ബ്ലോഗർമാർ വന്ന് പറഞ്ഞാലും ശരി, വിശ്വസിക്കരുത്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് ഒരു ടിക്കറ്റ് എടുക്കുന്ന വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുന്നത്. നിങ്ങൾ ദുബായ് ടിക്കറ്റും ബിഗ് ടിക്കറ്റും എടുത്തോ, പ്രശ്നമൊന്നുമില്ല. ബിഗ് ടിക്കറ്റ് ഒരുപാട് ടിക്കറ്റുകളുണ്ട്. പക്ഷെ എന്നാലും ഒരാൾ വിന്നറാകുന്നുണ്ട്, ലൈവിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ കറങ്ങുന്ന പോലെയാണ്. എത്ര ആൾക്കാർ ഒരേ നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവർക്ക് തന്നെ അറിയാൻ പറ്റും. അവർക്ക് ഈ നമ്പർ വരാതിരിക്കാനുള്ള എല്ലാ കഴിവുകളുണ്ട്. അത് മാത്രമല്ല, ഈ ബോൾ വന്നിട്ട് റൗണ്ടിൽ കൂടെ അങ്ങനെ കറങ്ങിയിട്ട് വരുന്നുണ്ടല്ലോ, ആ കറങ്ങുന്ന ഇവർ സ്റ്റോപ്പ് ചെയ്യില്ല.
അടിയിലുണ്ടല്ലോ, ആ അടിയിൽ ചെറിയൊരു ഓട്ടം ഉണ്ടാവും. ചിലപ്പോൾ ആ ഓട്ടയുടെ ഉള്ളിൽ നിന്നായിരിക്കും നേരെ ഈ പൈപ്പിൻ്റെ മുകളിൽ കയറുന്നത്. അത് മുകളിൽ ഇങ്ങനെ അറിയാതിരിക്കാൻ വേണ്ടി കറങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക പ്രിയ സുഹൃത്തുക്കളെ. ഒരിക്കലും ഈ ഒരു ടിക്കറ്റിനെ മാത്രം വിശ്വസിക്കരുത്. ഇത് പക്കാ തട്ടിപ്പാണ്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക.